നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന ഒരു ചാപ്റ്റർ തുടങ്ങി വെക്കുകയുണ്ടായി. അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നാടുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പെരുമാക്കന്മാരുടെ ഭരണത്തെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്വരൂപങ്ങളാണ് ആദ്യം നോക്കുന്നത്. സ്വരൂപങ്ങൾ എന്താണ്? സ്വരൂപങ്ങൾ നമുക്ക് നോക്കാം. 12-ാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുകൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായി. നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ നാടുവാഴി സ്വരൂപങ്ങളെന്ന് അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്വരൂപങ്ങൾ എന്താണെന്നാണ് നോക്കുന്നത്. 12-ാം നൂറ്റാണ്ടോടെ എന്താണ്? പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുകൾ സ്വതന്ത്ര ഭരണപ്രദേശങ്ങളായി. നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ നാടുവാഴി സ്വരൂപങ്ങളെന്ന് അറിയപ്പെട്ടു. പെരുമാക്കന്മാർ ഒരു കേന്ദ്രീകൃത ഭരണമാണ് നടത്തിയിരുന്നത്. മധ്യകാല കേരളത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ്? പെരുമാക്കന്മാരുടെ ഈ കേന്ദ്രീകൃത ഭരണം അവസാനിക്കുകയും അവിടെ എന്താണ്? നാടുകൾ സ്വതന്ത്രമാവുകയും ചെയ്തു. അങ്ങനെ സ്വതന്ത്രമാക്കപ്പെട്ട നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങളാണ് നാടുവാഴി സ്വരൂപങ്ങളെന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കോലസ്വരൂപം. അതാണ് കോലത്തു നാട്ടിൽ എന്താണ് വളർന്നു വന്ന നാടുവാഴി സ്വരൂപമാണ് കോലസ്വരൂപം. ഏറനാട്ടിലെ എന്താണ്? നെടിയിരുപ്പ് സ്വരൂപം. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപവും വേണാട്ടെ എന്താണ്? തൃപ്പാപ്പൂര് സ്വരൂപവും. പറഞ്ഞ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അങ്ങ് അവസാനിച്ചു. നാടുകൾ എന്തായി? സ്വതന്ത്രമായിട്ട് മാറി. അങ്ങനെ സ്വതന്ത്രമായ നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങളാണ് നാടുവാഴി സ്വരൂപങ്ങളെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളാണ് ഏതൊക്കെ? കോലസ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂര് സ്വരൂപം. അതിൽ കോലസ്വരൂപം കോലത്ത് നാട്ടിലെയാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്താണ്? ഏറനാട്ട് വളർന്നു വന്ന എന്താണ് നാടുവാഴി സ്വരൂപമാണ്. നെടിയിരുപ്പ് സ്വരൂപം കൊച്ചിയിൽ വളർന്നു വന്നതാണ് പെരുമ്പടപ്പ് സ്വരൂപം. വേണാട് വളർന്നു വന്നതാണ് തൃപ്പാപ്പൂര് സ്വരൂപം. ആണ് മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു സ്വരൂപങ്ങൾ. സ്വരൂപങ്ങളെന്ന് വെച്ചാൽ ഈ മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു ഈ സ്വരൂപങ്ങളെന്ന് പറയുന്നത്. സ്വരൂപങ്ങൾക്ക് സൈനിക കൂട്ടങ്ങളുണ്ടായിരുന്നു. എന്താണ്? സ്വരൂപങ്ങൾക്ക് സൈനിക കൂട്ടങ്ങളുണ്ടായിരുന്നു. മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു സ്വരൂപങ്ങളെന്ന് പറയുന്നത്. നാടുവാഴി സ്വരൂപങ്ങൾ ഓരോന്നും അധികാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പരസ്പരം കലഹിക്കുകയും പൊതുശത്രുവിനെതിരെ സഹകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എന്താണ്? ഇത്തരത്തിലുള്ള നാടുവാഴി സ്വരൂപങ്ങൾ അവരുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പരസ്പരം കലഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു പൊതുശത്രു ഉണ്ടെങ്കിൽ എന്താണ്? ആ പൊതുശത്രുവിനെതിരെ ഇവർ സഹകരിക്കുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരള തീരത്ത് കച്ചവടത്തിനായി എത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇത്തരം മത്സരങ്ങളിൽ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടപെട്ടിരുന്നു. എന്താണ്? സ്വരൂപങ്ങൾ മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു ഈ സ്വരൂപങ്ങളെന്ന് പറയുന്നത്. സ്വരൂപങ്ങൾക്ക് എന്താണ്? സൈനിക കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ നാടുവാഴി സ്വരൂപങ്ങളും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? പരസ്പരം കലഹിക്കുകയും പൊതുശത്രുവിനെതിരെ എന്താണ്? സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയൊക്കെ കേരള തീരത്ത് കച്ചവടത്തിനായിട്ടെത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ എന്താണ്? അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തങ്ങളുടെ കച്ചവട താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരുടെ ഈ കലഹങ്ങളിലും സഹകരണത്തിലുമൊക്കെ എന്താണ്? ഇടപെട്ടിരുന്നു.
18-ാം നൂറ്റാണ്ട് വരെ നാടുവാഴി സ്വരൂപങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ എന്ത് ചെയ്തു, നിലനിന്നു. ഒരു 12-ാം നൂറ്റാണ്ടോടൊക്കെയാണ് പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 18-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ നാടുവാഴി സ്വരൂപങ്ങൾ എന്താണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിലനിന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ പരിഭ്രാന്തി പടർത്തി. എന്താണ്, 18-ാം നൂറ്റാണ്ട് വരെ ഈ സ്വരൂപങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. 18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴേക്കും മൈസൂർ സുൽത്താൻമാരായിട്ടുള്ള ഹൈദരലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ എന്താണ്, ഒരു പരിഭ്രാന്തിയൊക്കെ സൃഷ്ടിക്കുകയുണ്ടായി. നെടിയിരിപ്പും കോലസ്വരൂപവും എന്താണ്, മറ്റ് ചെറു സ്വരൂപങ്ങളും ദേശങ്ങളുമെല്ലാം മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായിട്ട് മാറി. എന്താണ്, നെടിയിരിപ്പ് സ്വരൂപവും കോലസ്വരൂപവും മറ്റ് ചെറിയ സ്വരൂപങ്ങളും ഒക്കെ എന്താണ്, അതുപോലെ ചെറിയ ദേശങ്ങളും ഒക്കെ എന്താണ്, മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായിട്ട് മാറി. നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴേക്കും മൈസൂർ സുൽത്താൻമാരായിട്ടുള്ള ഹൈദരലിയും ടിപ്പുവും ഒക്കെ കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിൽ എന്താണ്, നാടുവാഴികൾക്കിടയിൽ ടെൻഷനൊക്കെ ഉണ്ടാക്കി അവർക്ക്. അതുപോലെ തന്നെ ഈ നെടിയിരിപ്പ് സ്വരൂപവും കോലസ്വരൂപവും അതുപോലെ മറ്റ് ചെറു സ്വരൂപങ്ങളും ദേശങ്ങളുമെല്ലാം മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായിട്ട് മാറുകയും ചെയ്തു. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന് മിക്ക നാടുവാഴികളും ദേശവാഴികളും വേണാട്ടിലേക്ക് പലായനം ചെയ്തു. നമ്മൾ പറഞ്ഞു, വടക്ക് ഉള്ള സ്വരൂപങ്ങളിലാണ് കൂടുതലും എന്താണ്, ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചത്. അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്താണ് നെടിയിരിപ്പ് സ്വരൂപവും കോലസ്വരൂപവും മറ്റ് ചെറു സ്വരൂപങ്ങളും ദേശങ്ങളും ഒക്കെ മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായിട്ട് മാറുന്നത്. ഈ മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്നുകൊണ്ട് എന്താണ്, മിക്ക നാടുവാഴികളും ദേശവാഴികളും പിന്നീട് വേണാട്ടിലേക്ക് പലായനം ചെയ്തു. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരത്തെ എന്ത് ചെയ്തു, അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് തിരുവിതാംകൂർ എന്താണ്, ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ്, മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന് മിക്ക നാടുവാഴികളും അതുപോലെ തന്നെ മിക്ക ദേശവാഴികളും വേണാട്ടിലേക്ക് പലായനം ചെയ്തു. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം എന്താണ്, മൈസൂർ സുൽത്താൻമാരുടെ ഈ പരമാധികാരത്തെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ തിരുവിതാംകൂർ എന്താണ്, ചെറുത്തു നിൽക്കുകയാണ് ഉണ്ടായത്. മൈസൂർ സുൽത്താൻമാരെ പറ്റിയിട്ടും മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടും ചെറിയ ബോക്സുകളിലായിട്ട് നമ്മുടെ SCERT പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്. ഇത്രയേ പറഞ്ഞുള്ളൂ. 12-ാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുകൾ എന്താണ്, സ്വതന്ത്രമായിട്ട് മാറി. അവിടെ അധികാരത്തിലേക്ക് വളർന്നു വന്നവർ എന്താണ്, ആ അധികാര സ്ഥാനങ്ങളെ നാടുവാഴി സ്വരൂപങ്ങളെന്നാണ് അറിയപ്പെട്ടത്. കോലസ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂര് സ്വരൂപം, ഇതൊക്കെ എന്താണ്, കേരളത്തിലുണ്ടായിരുന്ന സ്വരൂപങ്ങളാണ്. മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു ഈ സ്വരൂപങ്ങളെന്ന് പറയുന്നത്. സ്വരൂപങ്ങൾക്ക് എന്താണ്, സൈനിക കൂട്ടങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ നാടുവാഴി സ്വരൂപങ്ങളും അവരുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം കലഹിക്കുകയും ഒരു പൊതു ശത്രുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ എന്താണ്, ഇവർ ഒന്നിച്ചു നിന്ന് ചെറുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്താ, 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടൊക്കെ കേരള തീരത്ത് കച്ചവടത്തിനായിട്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വന്നു. അവർ ഇത്തരം മത്സരങ്ങളിൽ എന്താണ്, ഈ സ്വരൂപങ്ങൾക്കൊപ്പം നിൽക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. 18-ാം നൂറ്റാണ്ടിൽ എന്താണ്, ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു രണ്ടാം പകുതിയൊക്കെ ആവുന്ന സമയം വരെ, ഒരു 18-ാം നൂറ്റാണ്ട് വരെ എന്ന് നമുക്ക് പറയാം, എന്താണ്, ഈ സ്വരൂപങ്ങളൊക്കെ അങ്ങനെ നിലനിന്നു പോന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു രണ്ടാം പകുതിയൊക്കെ ആയപ്പോഴേക്ക് എന്താണ്, മൈസൂർ സുൽത്താൻമാരായിട്ടുള്ള ഹൈദരലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ എന്താണ്, വടക്കൻ കേരളത്തിലെ ഈ നാടുവാഴികളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. അവരാകെ എന്താണ്, പരിഭ്രാന്തിയിലായിട്ട് അവരെന്താണ്, പലരും എന്ത് ചെയ്തു, വേണാട്ടിലേക്ക് പലായനം ചെയ്തു. നെടിയിരിപ്പ് സ്വരൂപവും കോലസ്വരൂപവും മറ്റ് ചെറു സ്വരൂപങ്ങളും ദേശങ്ങളും എല്ലാം എന്താണ്, മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായിട്ട് മാറി. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്നാണ് പലരും എന്താണ്, വേണാട്ടിലേക്ക് പലായനം ചെയ്തത്.
കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ ഈ അധികാരത്തെ എന്താണ് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ തിരുവിതാംകൂർ എന്ത് ചെയ്തു? ഇതിനെ ചെറുത്തുനിന്നു. ഇനി നമുക്ക് മൈസൂർ സുൽത്താൻമാരെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് പട നയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ഹൈദർ അലിയും പുത്രൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നു. എന്താണ് മൈസൂർ സുൽത്താൻമാരെ പറ്റിയിട്ട് പറയുന്നത്? കേരളത്തിലേക്ക് പട നയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ എന്താണ് മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നു. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് ഒരു ചെറിയ ബോക്സിലായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ വളർന്നു. നമ്മൾ പറഞ്ഞു വേണാടെന്ന് പറയുമ്പം തെക്കാണെന്ന് പറഞ്ഞില്ലേ? വേണാടിനെ ആധുനികതയിലേക്ക് കൊണ്ടുവന്ന ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യമാക്കി മാറ്റിയതും ആധുനിക രാജ്യമായിട്ട് മാറ്റിയതൊക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗത്തെ നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ എന്താണ് ശക്തമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ വളർന്നു വന്നു. നമ്മൾ സ്വരൂപങ്ങളെ പറ്റി പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മൈസൂർ സുൽത്താൻമാരെ പറ്റിയിട്ടൊന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തു. പിന്നീട് നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടും പറഞ്ഞു. ഈ ഒരു കാലത്താണെന്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 മേഖലകളായിട്ട് കേരളം മാറിയത്. എന്താണ് ഇക്കാലത്താണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 മേഖലകളായിട്ട് കേരളം മാറിയത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. എന്താണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടു കൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അതോടെ ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടു മുമ്പ് എന്താണ് മൈസൂർ സുൽത്താൻമാരുടെ വരവൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരത്തെ അംഗീകരിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം എന്താണ് മലബാറിൽ നിലനിന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായിട്ട് കേരളം മാറിയത് ഈ കാലത്താണ്. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അതോടെ ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ എന്താണ് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ ഇതോടെ അവസാനിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും എന്താണ് നാട്ടുരാജ്യങ്ങളായിട്ട് തുടർന്നു. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായിട്ട് കേരളം മാറുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്താണ് മലബാറിലുള്ള ടിപ്പുവിൻ്റെ നിയന്ത്രണങ്ങളും അധികാരങ്ങളും പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് മാറി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ടിപ്പുവിനെ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിട്ട് അങ്ങനെ മലബാർ മാറി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരമൊക്കെ എന്താണ് മലബാറിൽ ഇതോടെ അവസാനിക്കുകയുണ്ടായി. അപ്പോഴും എന്താണ് തിരുവിതാംകൂറും കൊച്ചിയും എന്താണ് നാട്ടുരാജ്യങ്ങളായിട്ട് തുടർന്നു. എന്താണ് തിരുവിതാംകൂറും കൊച്ചിയും ആ സമയത്തും നാട്ടുരാജ്യങ്ങളായിട്ട് തുടർന്നു. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ എന്താണ് നമ്മൾ പരീക്ഷയിൽ ചോദിക്കാവുന്ന തരത്തിലെ ചോദ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചത് ഏകദേശം സി 12-ാം നൂറ്റാണ്ടോടെയാണ് എന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? കോലസ്വരൂപം എവിടുത്തെയാണ്? കോലത്ത് നാട്ടിലെയാണ്. നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്ടിലെയാണ്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയിലെയും തൃപ്പാപ്പൂർ സ്വരൂപം വേണാടുവാണെന്ന് മനസ്സിലായി. ഇനി ഈ സ്വരൂപങ്ങളുടെ നാടുവാഴി സ്വരൂപങ്ങളുടെ ചില പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാ? മരുമക്കത്തായം സ്വയംഭരണ അവകാശമുള്ള തറവാടുകളായിരുന്നു സ്വരൂപങ്ങൾ.
സ്വരൂപങ്ങൾക്ക് എന്താണ് സൈനിക കൂട്ടങ്ങളുണ്ടായിരുന്നു. നാടുവാഴി സ്വരൂപങ്ങൾ അവരുടെ അധികാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പരസ്പരം കലഹിച്ചു. പൊതുശത്രുവിനെതിരെ എന്താണ് അവർ ഒന്നിച്ചു നിന്ന് എന്ത് ചെയ്തു, പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിന്ന് സഹകരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരള തീരത്ത് എന്താണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും എത്തി. ഇവർ ഇത്തരം മത്സരങ്ങളിൽ എന്താണ് സ്വരൂപങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയൊക്കെ ആയപ്പോഴേക്കും മൈസൂർ സുൽത്താൻമാരായിട്ടുള്ള ഹൈദരലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. പിന്നീട് അതെന്താണ്, എങ്ങനെയാണ് മലബാറിൻ്റെ ഭരണം ടിപ്പുവിൻ്റെയും ഒക്കെ കയ്യിലേക്ക് മാറിയതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് അതിനുശേഷം എന്താണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 മേഖലകളായിട്ട് കേരളം മാറിയതിനെപ്പറ്റി പറയുകയും പിന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് മലബാറിൻ്റെ അധികാരം പൂർണ്ണമായിട്ട് എത്തിയ കാര്യങ്ങൾ വരെയാണ് നമ്മൾ സ്വരൂപങ്ങളിൽ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. ഹിസ്റ്ററി ആയതുകൊണ്ട് ഒരു ഡ്രൈ സബ്ജക്റ്റായിട്ട് കരുതരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടത്തോടു കൂടി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.